6 പേരെയും ആക്രമിച്ചത് ചുറ്റിക കൊണ്ടാണ് എന്ന് വ്യക്തമാകുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് ഇയാളുടെ മൊഴി ഉൾപ്പെടെ എടുക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു പ്രതികരണം കൂടി അവിടെ നിന്ന് വരുന്നുണ്ട്. കാര്യം ഒളിച്ചോടെ ഓട്ടോ വരുന്നു. കാര്യം ബാധ്യത സഹിക്കാൻ വയ്യാതെ പുള്ളിയുടെ സാമ്പത്തികമായിട്ട് ടൈറ്റ് ആയപ്പോൾ പുള്ളി അവിടെ നിന്ന് കാര്യം ഓരോ ഇടപാടുകാർ വരുമ്പം സമയത്ത് പൈസ കൊടുക്കാൻ പറ്റൂല. അപ്പോൾ ഈ നാളെ എന്ന് പറയാൻ വയ്യാത്തതുകൊണ്ട് ഒളിച്ചോടി ദമാമി പോയി. പുള്ളി ദമാമിലായിരുന്നു. ഇപ്പോഴും ദമാമിലാണ് പുള്ളി. എത്രത്തോളം ബാധ്യത അവിടെ ഉണ്ടായിരുന്നു അതെനിക്കറിയില്ല. അവിടെ എന്തായിരുന്നു ഷോപ്പ്? അതൊരു സ്പെയർ പാർട്സ് കടയായിരുന്നു. അപ്പോൾ ആദ്യം സൗദിയിലായിരുന്നു? ആദ്യം അവസാനം എല്ലാം സൗദിയിൽ തന്നെ. ദമാമിലേക്ക് പോയത് കൊറോണയ്ക്ക് ശേഷമാണോ? അല്ല, ഇപ്പോൾ 2 മാസമേ ഉള്ളൂ. അത് ഈ സാമ്പത്തിക ബാധ്യത കൊണ്ടാണ് പോയത്? ആണ്. ഈ തിരിച്ചു വരാൻ കഴിയാത്തൊരവസ്ഥയിലാണോ അദ്ദേഹം അവിടെ? ഇല്ല, അത് നമുക്ക് മത്തുരൂപ്, അതായത് നാട്ടിലേക്ക് വരാത്ത ഒരവസ്ഥയിൽ സൗദികൾ പെടുത്തും. അപ്പോൾ പുള്ളിക്ക് നാട്ടിൽ വരാൻ പറ്റാത്തതുകൊണ്ട് ഒളിച്ചോടി പോയതാ. പിന്നെ തിരിച്ചു വരാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ? അല്ല, മത്തുലൂബാണെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം തീർത്താലേ പുള്ളിക്ക് നാട്ടിൽ വരാൻ പറ്റൂ. ഈ ബാധ്യത എല്ലാം തീർക്കാം? സൗദിയായിട്ടുള്ള എല്ലാ ബാധ്യതയും തീർത്താലേ പുള്ളിക്ക് നാട്ടിൽ വരാൻ പറ്റൂ. അതേ എനിക്കറിയാവൂ. ഈ സാമ്പത്തിക ഇത് അഭ്യർത്ഥിച്ചിരുന്നു ലത്തീഫിനോടൊക്കെ, സഹോദരനോടൊക്കെ അഭ്യർത്ഥിച്ചിരുന്നു? എല്ലാരും സഹായിക്കാൻ അങ്ങോട്ട് പറഞ്ഞതാ. എങ്ങനെ പറഞ്ഞിരുന്നു? അങ്ങോട്ട് പറഞ്ഞു. ലത്തീഫാമ എടുക്കാന്ന് പറഞ്ഞു, വലിയാമ എടുക്കാന്ന് പറഞ്ഞു, അതായത് ബദറുദ്ദീൻ, ശൈവാമ എടുക്കാന്ന് പറഞ്ഞു, അതെല്ലാം പറഞ്ഞതാ. എല്ലാ സഹോദരങ്ങളും സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആ സാമ്പത്തിക സഹായം മേടിച്ചില്ല അവര്? അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാരും സഹായിക്കാന്ന് പറഞ്ഞു, അത് കറക്റ്റാണ്. ഈ പുള്ളിയുടെ വൈഫ് തന്നെ എൻ്റെ പറഞ്ഞ് 1 ലക്ഷം രൂപ വലിയാമ കൊടുക്കാന്ന് പറഞ്ഞു, ലത്തീഫാമ കൊടുക്കാന്ന് പറഞ്ഞു, ഇതൊക്കെ കൊടുക്കാന്ന് പറഞ്ഞുള്ള കറക്റ്റ് കാര്യമാണ്. ഈ ക്യാൻസർ ബാധിതയായല്ലോ ഭാര്യ. അത് ഇപ്പോഴൊന്നുമല്ല. എത്ര വർഷമായത്? അത് കറക്റ്റ് പറഞ്ഞ ഒരു 6-7 കൊല്ലമാവും. 6-7 കൊല്ലമായിട്ട് ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണോ കടന്നത്? ഇല്ല, അല്ലല്ല, കൊറോണയ്ക്കാണ് പുള്ളിക്ക് ഈ ബിസിനസ്സിൽ വന്നത്. അതിനുശേഷം എപ്പോഴെങ്കിലും നാട്ടിൽ വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. ഫാമിലി അങ്ങോട്ട് കൊണ്ടുവന്നു. അതായത് അദ്ദേഹം അവിടെ സൗദിയിലായിട്ട് തുടർച്ചയായിട്ട് വരാതെ 7 കൊല്ലമാവും കാക്ക. 8 വർഷം. 8 വർഷത്തോളമായി. ഈ അഫ്ഗാനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ വരാറുണ്ടോ? ഇല്ല, ഞാൻ നാട്ടിൽ വന്നിട്ട്, ഞാനും സൗദിയിലായിരുന്നു. ഞാൻ 2 കൊല്ലമായിട്ട് നാട്ടിലുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല അവനെ. ഇന്ന് വന്നതും കണ്ടിട്ടില്ല? ഇല്ല. പിന്നെ മാമി എന്നെ വിളിക്കുമായിരുന്നു ഈ പ്രശ്നം. മാമൻ ദമാമി പോയ സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ഷാജി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു, മാമ എന്തിനാ ദമാമി പോയെ? റിയാദിൽ മാമ ഉണ്ടായിരുന്നെങ്കിൽ അക്കാമ ഇല്ലെങ്കിലും എവിടെയെങ്കിലും പണിക്ക് കയറ്റാൻ പറ്റുമായിരുന്നല്ലോ. മാമ ദമാമി പോയാൽ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. അത് ഞാൻ പറഞ്ഞായിരുന്നു. തിരികെ വരാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. ആണ്. കുടുംബത്തിലുള്ള എല്ലാവരും സഹായിച്ചു എന്നുള്ളത് തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ ഈ പോലീസാണ് ഇപ്പൊ ഈ കഥ പറഞ്ഞിട്ടുള്ളത്. അതാണ് അദ്ദേഹത്തിനുണ്ടായി എന്നുള്ളത്. കുടുംബം സഹായിക്കാൻ തയ്യാറായില്ല, അങ്ങനെയാണ് ഇവിടെ. ജ്യേഷ്ഠന്മാരെല്ലാം തയ്യാറായി. അത് ഈ പെങ്ങന്മാര് തയ്യാറായെന്ന് എനിക്കറിയില്ല. ജ്യേഷ്ഠന്മാരെല്ലാം തയ്യാറായിരുന്നു. ഈ മരിച്ചുപോയ ലത്തീഫ് എന്ന് പറഞ്ഞാൽ മുൻകൈ എടുത്ത് എല്ലാ വീട്ടിലും പോകുമായിരുന്നു. പുള്ളി പൂർണ്ണമായിട്ടും തയ്യാറായി. എന്നിട്ട് ഈ ഇദ്ദേഹത്തിന്റെ വീട് വിൽക്കാൻ വരെ പുള്ളിയാ നിന്നേ. ഈ മരണപ്പെട്ടുക ലത്തീഫ്. പക്ഷേ ഈ ഇങ്ങനൊരു കൊലപാതകത്തേക്ക് നയിച്ചത് എന്താണെന്നുള്ള കാര്യം അറിയില്ല. ആർക്കെങ്കിലും ഒന്നും അറിയില്ല. മക്കളെ രണ്ടുപേരെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല അല്ലേ? അവൻ കുഞ്ഞ് ഇപ്പൊ ഞാൻ ഇവിടുന്ന് പോയി 20 കൊല്ലം കഴിഞ്ഞാൽ തിരിച്ചു വരണ. ഇടയ്ക്ക് വെക്കേഷന് വരും, മക്കളെയൊക്കെ കാണും, അത്രേ ഉള്ളൂ. പേരെന്തായിട്ട്? എൻ്റെ പേര് ഷാജഹാൻ. ഇവരുമായിട്ടുള്ള ബന്ധം? മരണപ്പെട്ട സൽമാ ബീവിയുടെ മകളുടെ മകൻ. ഷാജഹാൻ രണ്ടാമത്തെ മകളുടെ മകൻ. ഗോകുലുണ്ട് വിവരങ്ങളുമായി. ഗോകുൽ, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതൊന്ന് വിശദീകരിക്കാമോ? ഇപ്പോൾ ആ കുടുംബവുമായി ബന്ധപ്പെട്ട ഈ കൊലപാതകിയുടെ പിതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്, സാമ്പത്തിക കാര്യങ്ങൾ അടക്കമുള്ളത്. ആ കാര്യങ്ങൾ എന്താണ്?
രതീഷ്, അഫ്താബിന്റെ അച്ഛൻ മുൻപ് ഇത്തരത്തിൽ സൗദിയിലാണ് ജോലി ചെയ്തു വന്നിരുന്നത്. അവിടെ ചില സാമ്പത്തിക പ്രതിസന്ധികൾ, കടബാധ്യതകൾ ഒക്കെ ഉണ്ടായിരുന്നു. കോവിഡിന് ശേഷമാണ് ആ സാമ്പത്തിക ബാധ്യത കൂടി വന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ബന്ധു തന്നെ പറയുന്നത്. ഇത്തരത്തിൽ സാമ്പത്തിക ബാധ്യത കൂടി വന്ന സമയത്ത് പിന്നീട് റിയാദിലേക്ക്, ദമാമിലേക്ക് നാടുവിടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. അപ്പോൾ അത്തരത്തിൽ വലിയ സാമ്പത്തിക ബാധ്യതയാണ് അവിടെ ഉണ്ടായിരുന്നത്. തിരിച്ച് നാട്ടിലേക്ക് എത്താൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സാമ്പത്തിക ബാധ്യത വരികയും ചെയ്തു. ഈ സാമ്പത്തിക ബാധ്യത കുടുംബത്തെ വലിയ രീതിയിൽ അലട്ടിയിരുന്നു. ഒപ്പം ഈ പ്രതിയുടെ അമ്മയ്ക്കും ക്യാൻസർ രോഗമുണ്ടായിരുന്നു. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഈ കുടുംബം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടെയായിരുന്നു. ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ ബന്ധുക്കൾ ഒപ്പം ഉണ്ടായിരുന്നു. ഈ കൊല്ലപ്പെട്ട ലത്തീഫും ഇത്തരത്തിൽ ഈ സാമ്പത്തിക ബാധ്യത തീർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സഹോദരന്മാരും സഹോദരിമാരും എല്ലാം കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ബന്ധുക്കൾ പറയുന്നത്. പക്ഷേ പോലീസിന്റെ വാദം അതല്ല. സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. ആ സാമ്പത്തിക ബാധ്യത തീർക്കാൻ ഏറ്റെടുക്കാൻ ബന്ധുക്കൾ തയ്യാറായില്ല. അതുകൊണ്ടാണ് ഈ ലത്തീഫ് അടക്കമുള്ള ബന്ധുക്കളെ കൊലപ്പെടുത്തിയതെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ പോലീസ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ബന്ധുക്കൾ പറയുന്നത് എല്ലാവരും സഹായിക്കാൻ തയ്യാറായിരുന്നു എന്നുള്ളതാണ്. ഇതിലെന്താണ് ഈ പ്രതിക്കുണ്ടായ മോട്ടീവ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോഴും അതിൽ ഇരുഭാഗങ്ങളിലായാണ് നിൽക്കുന്നത്. പ്രദേശവാസികൾ ഒന്നാണ് പറയുന്നത്, ബന്ധുക്കൾ മറ്റൊന്നാണ് പറയുന്നത്. അതുപോലെ പോലീസിന്റെ വാദവും മറ്റൊന്നാണ്. അപ്പോൾ ഇതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഈ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത അതിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. ഈ മോട്ടീവ് എന്തായാലും എന്താണെന്നുള്ളത് വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ അറിയാൻ സാധിക്കുന്നത് ഈ കൊല്ലപ്പെട്ട മുത്തശ്ശിയുടെ കഴുത്തിലുണ്ടായിരുന്ന മാല അടക്കമുള്ള കാര്യങ്ങൾ വിറ്റിട്ടാണ് ഇത്തരത്തിൽ ഈ ചുറ്റിക വാങ്ങിയത് അടക്കമുള്ള കാര്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. ചുറ്റിക വാങ്ങി പിന്നീട് ഈ ചുറ്റിക കൊണ്ട് തന്നെ ഇവിടെ വന്ന് ആദ്യം കൃത്യം ഇവിടെയാണ് നടത്തിയതെന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾ സംസാരിച്ചിരുന്നു. 2:30 ഇവിടെ 2 യുവാക്കൾ വന്ന് നിൽക്കുന്നതായി കണ്ടിട്ടുണ്ടായിരുന്നു. ബൈക്കിലാണ്, ബുള്ളറ്റിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവർ ഈ പ്രദേശത്ത് നിൽക്കുകയും പിന്നീട് കാണുകയും ചെയ്തുമില്ല എന്നുള്ളതാണ് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ സ്റ്റാഫ് നമ്മളോട് പറഞ്ഞത്. എന്തായാലും അവർ ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അത് സമയം ഏകദേശം ഒരു 2:30 സമയമാണ്. അങ്ങനെയെങ്കിൽ 2:30 സമയത്തായിരിക്കാം ഈ കൊലപാതകം നടന്നിട്ടുണ്ടാവുക. അതിനുശേഷമാണ് മറ്റു പ്രദേശങ്ങളിലേക്ക് പോയി കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക. മറ്റാളുകളെയും അത്തരത്തിലാണ് കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക. സമാനമായ രീതിയിലാണ് എല്ലാവരെയും കൊലപ്പെടുത്തിയിട്ടുള്ളത്. മുഖം അടിച്ചു പൊട്ടിക്കുന്ന തരത്തിലേക്ക് തന്നെ, അതായത് അതിശക്തമായി ചുറ്റിക വെച്ച് മുഖം അടിച്ച് തകർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് മുത്തശ്ശിയും അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെയും ഒക്കെ കിടപ്പ് ആ രീതിയിലായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ വിവിധ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ അന്വേഷണം മുൻപോട്ട് പോകുന്നത്. വെഞ്ഞാറമൂട് പോലീസും അതേപോലെ തന്നെ നിലവിൽ ഈ താഴെപ്പാങ്ങോട് പോലീസും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടൊരു അന്വേഷണമാണ്. കാരണം എല്ലാത്തിൻ്റെയും രീതി ഒരേ സമാന രീതിയിലാണ് പലരും കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഈ കാമുകി എന്ന് പറയുന്ന പെൺകുട്ടി സുഹൃത്ത്, അവരും കൊല്ലപ്പെട്ടത് ഈ തലയ്ക്ക് അടിയേറ്റ് മുഖം വികൃതമാകുന്ന തരത്തിലേക്കാണ് ലത്തീഫിനെ അടക്കം ഈ സോഫയിലൊക്കെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ താഴെപ്പാങ്ങോട് പ്രദേശത്തുള്ളവർക്ക് ഈ അഫ്സാനെ കുറിച്ച് പറയാനുള്ളത് നല്ല കാര്യങ്ങൾ മാത്രമാണ്. അഫ്സാൻ അത് ചെയ്തു എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും ആളുകൾ വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ അഫ്സാനിലേക്ക് വരുമ്പോൾ അഫ്സാൻ ഈ പ്രദേശത്ത് കഴിഞ്ഞ 2 വർഷമായി ഈ പ്രദേശത്ത് വരികയും ഇടയ്ക്കിടെ മുത്തശ്ശിയെ സന്ദർശിച്ചു പോവുകയും ചെയ്യുന്ന ആൾ തന്നെയാണെന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ നമ്മളോട് മുൻപ് പ്രതികരിച്ചത് റഷീദ് എന്ന് പറയുന്ന ബന്ധുവാണ്. റഷീദ് പറയുന്നത് ഈ സാമ്പത്തിക ബാധ്യതയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വീട്ടാൻ കുടുംബം തയ്യാറായിരുന്നു, ബന്ധുക്കൾ തയ്യാറായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ സാമ്പത്തിക ബാധ്യത ബന്ധുക്കൾ ഏറ്റെടുത്ത് മുൻപോട്ട് പോകുന്ന ഘട്ടത്തിൽ എന്തുകൊണ്ട് കൊലപ്പെടുത്തണമെന്നുള്ള ചോദ്യവും ഈ പ്രദേശവാസികൾ ചോദിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ താഴെ പാങ്ങോട് പ്രദേശത്ത് തന്നെയാണ് ഈ കുടുംബ വീടുള്ളത്. 11 മക്കളിൽ പലരും ഈ വീടിനോട് അടുത്ത് തന്നെയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നുമുണ്ട്. ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ തൊട്ടടുത്ത വീട്ടിൽ തന്നെ താമസമുണ്ട്. ഇവർ തന്നെ ഈ ബന്ധുക്കൾ തന്നെ മക്കൾ തന്നെ വെച്ച് നൽകിയ ഏറ്റവും പുതിയ വീടാണ്, അമ്മയ്ക്ക് വേണ്ടി വെച്ച് നൽകിയ പുതിയ വീടും അതിന് താഴെ കാണുന്ന കുടുംബ വീടുമാണ്. ഈ കുടുംബ വീട്ടിലാണ് അടുക്കളയിൽ അമ്മയെ മരിച്ച നിലയിൽ, അതായത് മുത്തശ്ശിയെ കൊല്ലപ്പെട്ട നിലയിൽ മകൾ തന്നെയാണ് കാണുന്നത്. മുത്തശ്ശി ഒറ്റയ്ക്കായിരുന്നു താമസിച്ച് വന്നിരുന്നത്. ഈ ഒറ്റയ്ക്ക് താമസിച്ച് വരികയായിരുന്നു. മക്കൾ പലരും അടിക്കടി വന്ന് നോക്കുകയും ചെയ്യുമായിരുന്നു. ഇന്ന് വൈകിട്ട് 5:20 ഒരു മകളെത്തുമ്പോഴാണ് ഇത്തരത്തിൽ വിറങ്ങലിച്ച തരത്തിൽ മൃതദേഹം കാണുന്നത്. ചോര തലം കെട്ടിയ തരത്തിലായിരുന്നു തറയുണ്ടായിരുന്നുള്ളതാണ്. നിലവിലിപ്പോൾ റൂറൽ SP അടക്കമുള്ള സംഘങ്ങൾ ഇവിടേക്ക് വരുന്നുണ്ട്. ഈ കൊലപാതകം സമാന രീതിയിലാണെന്നുള്ളത് പറഞ്ഞു. ഇത് കൂടുതൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ ശാസ്ത്രീയമായ അന്വേഷണത്തിന്റെ ഭാഗമായി റൂറൽ SP അടക്കമുള്ളവരുടെ സംഘം കൂടുതൽ പോലീസ് വിന്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത് ഈ തിരുവനന്തപുരം ജില്ലയിൽ നടന്ന കൊലപാതകങ്ങൾ അല്ലെങ്കിൽ കൊലപാതക പരമ്പരകൾ എടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലൊരു കൊലപാതക പരമ്പര ഈ അടുത്ത കാലത്ത് അരങ്ങേറിയിട്ടില്ല എന്നുള്ളതാണ്. 6 പേരെ അരും കൊല
അരുംകൊല ചെയ്ത ഒരു സംഭവം, അതും ചുറ്റിക കൊണ്ട് മുഖം വികൃതമാക്കുന്ന തരത്തിലാണ് ഈ കൊലകൾ ഓരോന്നും നടന്നിട്ടുള്ളതും. ഈ സമയത്ത് ഈ കേസിൽ മാത്രമാണ്, അല്ലെങ്കിൽ ഈ സൽമാ ബീവിയുടെ കാര്യത്തിൽ മാത്രമാണ് സൽമാ ബീവി ഒറ്റയ്ക്കുണ്ടായിരുന്നത്. മറ്റ് വീടുകളിലൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു. 2-3 പേരൊക്കെ വെച്ചുണ്ടായിരുന്ന വീടുകളിലും ഇവരെയൊക്കെ കൊലപ്പെടുത്തിയിട്ടുള്ളത് സമാന രീതിയിലാണെന്നുള്ളതാണ്. എന്തായാലും ഈ പോലീസ് ഈ സൽമാ ബീവിയുടെ മൃതദേഹം പരിശോധനകൾക്കായിട്ട് പോവുകയാണ്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ അടക്കമുള്ള നടപടികൾ നാളെ രാവിലെയോട് മാത്രമേ തത്സമയ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ അവിടെ നിന്ന് കാണുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ ഈ രാത്രിയിലും ഈ നാടിനെ നടുക്കിയ കൊലപാതകത്തിൽ വിവരങ്ങൾ ശേഖരിക്കുന്നു. ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ കാണുന്നത്. സൽമാ ബീവിയുടെ വീടാണ്. പാങ്ങോട് എന്ന പ്രദേശമാണ്, കല്ലറയ്ക്ക് സമീപത്ത്. വെഞ്ഞാറമൂട് നിന്ന് MC റൂട്ടിലൂടെ പോകുമ്പോൾ കാരേറ്റ് നിന്ന് വലതുവശത്തേക്ക് തിരിയുന്ന മലയോര പാതയിലൂടെ പോയാൽ കല്ലറ പാങ്ങോട് പാരോടെ കണക്ട് ചെയ്യുന്ന പാതയാണ്. ആ ഭാഗത്താണ് ഒരു കൊലപാതകം ഉണ്ടായത്. അവിടെയായിരുന്നു ഇവരുടെ കുടുംബ വീടുണ്ടായിരുന്നത്. അവിടെയാണ് 95 വയസ്സ് പ്രായമുള്ള അമ്മയുടെ അമ്മയെ 21-കാരൻ കൊലപ്പെടുത്തിയത്. പിന്നീടാണ് മറ്റു കൊലപാതകങ്ങളുടെ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്. നേരത്തെ അവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ദിനേശ് സംസാരിക്കുമ്പോൾ മാതൃഭൂമി ന്യൂസിനോട് ആദ്യം തന്നെ പറയുന്നുണ്ടായിരുന്നു, ഒരു കൊലപാതക സാധ്യതയുള്ള മരണം എന്ന നിലയിൽ അന്വേഷണം തുടങ്ങുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി, ഇത് മാത്രമല്ല 6 പേരെ മൊത്തം കൊലപ്പെടുത്തി എന്ന അവകാശവാദവുമായി ഒരു യുവാവ് പോലീസ് സ്റ്റേഷനിലേക്ക്, വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി എന്ന വിവരം വന്നത് എന്ന്. അതിന് പിന്നാലെയാണ് ഈ കൊലപാതകങ്ങളെല്ലാം തമ്മിൽ ബന്ധമുണ്ട് എന്ന നിലയിലേക്ക് എത്തിയത്. പാങ്ങോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഈ ഒരു കൊലപാതകമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് പോലീസ് സ്റ്റേഷന് വളരെ അടുത്ത് തന്നെയുള്ള വീട്ടിലാണ് ഈ കൊലപാതകം. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തി അങ്ങോട്ട് പരിശോധന നടത്തുകയാണ്. മൃതദേഹം ഇപ്പോഴും വീട്ടിനുള്ളിൽ തന്നെയാണ്. മൃതദേഹം അവിടെ നിന്ന് മാറ്റിയിട്ടില്ല. മറ്റിടങ്ങളിലും സമാനമായ സ്ഥിതിയിൽ തന്നെയാണ് കാര്യങ്ങൾ. എല്ലായിടത്തും കൂടുതൽ പരിശോധനകൾ അനിവാര്യമാണ്. കൂടുതൽ പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ പാങ്ങോട്ട് സൽമാ ബീവിയുടെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, 95 വയസ്സുള്ള സൽമാ ബീവിയുടെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കാണുന്നത്.